ചിറയൻകീഴ് മിന്നൽ ഫൈസൽ കൊലക്കേസ് പ്രതി അറസ്റ്റിൽ. നാവായിക്കുളം സബീന മൻസിലിൽ അൻസിൽ എന്ന 26-കാരനെയാണ് പോലീസ് പിടികൂടിയത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്നും ഇന്ന് ഫൈസൽ വയസ്സ് 45. കഴിഞ്ഞ മാസം 20-ാം തീയതി മുട്ടപ്പലത്തുള്ള ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ മരണപ്പെടുകയുണ്ടായി. മരണത്തിന് ശേഷം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചതായിട്ട് പോലീസ് അറിയുന്നത്. അതിന് 1-ാം തീയതി, ഈ മാസം 1-ാം തീയതി ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് മിന്നൽ ഫൈസലാണ് മരണപ്പെട്ടതെന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നു. ബന്ധുക്കളെയും മറ്റു സുഹൃത്തുക്കളും ഒക്കെ ബോഡി ഐഡന്റിഫൈ ചെയ്ത് മിന്നൽ ഫൈസലാണ് മരണപ്പെട്ടതെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതും ബോഡി തികച്ചും ജീർണിച്ച അവസ്ഥയിലുമായിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മിന്നൽ ഫൈസലിന്റെ മരണം കൊലപാതകമാണെന്ന് വെളിവാകുകയും ആര് കൊന്നു എന്നുള്ളത് ഒരു സംശയമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയുമായിരുന്നു. മിന്നൽ ഫൈസലിനോടൊപ്പം ഒരാൾ താമസിച്ചിരുന്നതായി ആളുകൾ പറയുന്നുണ്ട്. എങ്കിലും അത് ആര് എന്നുള്ള അത് ആർക്കും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ആകെ അയാളെ കണ്ടു എന്ന് പറയുന്നത് ഫുഡ് കൊണ്ടു കൊടുത്ത ഓട്ടോ ഡ്രൈവർ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് ജില്ലാ പോലീസ് മേധാവി പ്രശാന്തൻ സാറിന്റെ നിർദ്ദേശാനുസരണം സിഎമാരെ ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടൊരു സ്ക്വാഡ് രൂപീകരിക്കുകയും ആ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പ്രാഥമികമായി നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പ്രതി ആരെ എന്നതിനെപ്പറ്റി. പിന്നീട് സമീപ സ്ഥലങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചതിൽ സംശയമുള്ള ഒരാളെ ഐഡന്റിഫൈ ചെയ്യുകയും അയാളുടെ രേഖാചിത്രം ഉൾപ്പെടെ ഫോട്ടോഷോപ്പ് എടുത്ത് ചെറിയൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. വീണ്ടും പല പ്രദേശങ്ങളിലുള്ള CCTVകൾ പരിശോധിച്ചതിൽ നിന്ന് പ്രതിയുടെ ഒരു ചെറിയ ഫോട്ടോ നമുക്ക് ലഭ്യമാകുകയും ആ ഫോട്ടോ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. ജയിലുകളെല്ലാം ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. ജയിലുകളിലും അതോടൊപ്പം തന്നെ മറ്റേ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ സമീപ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പെട്ട ക്രിമിനലുകളെ വെരിഫൈ ചെയ്തു. അവരെല്ലാം ഈ ഫോട്ടോ കാണിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിയിട്ടും ഈ പ്രതിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ CCTV പരിശോധിച്ച സമയത്താണ് പ്രതി ചിറയൻകീഴ് ആറ്റിങ്ങലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബാറിലേക്ക് പോകുന്ന ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയത്. അതിൽ ഒരു പയ്യനോടൊപ്പം പോകുന്നതായി കണ്ടു. അങ്ങനെ ആ പയ്യനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ആ പയ്യനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. ആ പയ്യനോട് ചോദിച്ചപ്പോഴാണ് പ്രതി അവൻ അറിയാവുന്ന ഒരാളാണെന്നും പക്ഷേ പേരോ മറ്റു കാര്യങ്ങളോ എവിടുത്തുള്ള ആളാണെന്നും അറിയില്ല, കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ, നേരത്തെ ബോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആ ലീഡ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അങ്ങനെയാണ് പ്രതിയെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ പല ആളുകളെയും നമ്മൾ സമീപിച്ചപ്പോഴും പല ആളുകളും ഇവനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവന്റെ പേരെവിടാണെന്നോ വീടെവിടാണെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെയാണ് ഏറ്റവും അവസാനം ആ ബോട്ടിന്റെ മാനേജരടക്കം ഉള്ള ആളുകളെ കണ്ട് അവരുമായിട്ടുള്ള അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് നിന്ന് അറസ്റ്റ് ചെയ്യാൻ ഇടയാകുകയും ചെയ്തിട്ടുള്ളത്. അന്വേഷണ വേളയിൽ പല പ്രതിസന്ധികളും പോലീസിന് നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് പ്രതി ആരെന്ന് അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സൈബർ സെല്ലിന്റെ വലിയ സഹായം ഞങ്ങൾക്ക് ഈ കേസിന്റെ അന്വേഷണത്തിൽ ലഭിച്ചു. മേലുദ്യോഗസ്ഥന്മാരെല്ലാം നന്നായിട്ട് സഹായിച്ചു. ഈ ടീമിലുള്ള എല്ലാ അംഗങ്ങളും CAമാർ ഉൾപ്പെടെ ആറ്റിങ്ങല്, കഠിനംകുളം, ചിറയൻകീഴ്, മംഗലപുരം CAമാര് എല്ലാവരും ഈ ടീമിലുള്ള എല്ലാ അംഗങ്ങളും നന്നായിട്ട് നമ്മളോടൊപ്പം ഒറ്റക്കെട്ടായി ഇത് കണ്ടുപിടിക്കണമെന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി പ്രവർത്തിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ പ്രതിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഇടയായിട്ടുള്ളത്. കേസിൽ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു മോഷ്ടാവാണ്, ഒരുപാട് കേസുകളുള്ള ആളാണ്, അതോടൊപ്പം കഞ്ചാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. കഞ്ചാവിന്റെ ഉൾപ്പെടെയുള്ള കച്ചവടം നേരത്തെ ഉണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെയുള്ള ഒരു പരിചയത്തിലാണ് പ്രതിയുമായിട്ട് ഫൈസലിന് സൗഹൃദം ഉണ്ടാകുന്നത്. ആ സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതി ഫൈസലിന്റെ വീട്ടിലേക്ക് വരുന്നത്. പ്രതി കള്ളമ്പളം പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിൽ പ്രതിയാണ്. നേരത്തെ ഇവൻ വള്ളപ്പുരയിലാണ് ആ കേസുമായി ബന്ധപ്പെട്ട് മാറി താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ എന്തോ ഇച്ചിരി ഇഷ്യൂ ഉണ്ടായപ്പോൾ വള്ളപ്പുരയിൽ നിന്ന് ആളുകൾ അവനെ പുറത്താക്കി. അങ്ങനെയാണ് ഫൈസലിനെ വിളിക്കുകയും ഫൈസലിന്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നത്. പക്ഷേ ഇവന് ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതും ഒരു പ്രതിസന്ധിയായി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ഫോൺ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പരിശോധിച്ചെങ്കിലും ഒരു ലീഡും നമുക്ക് ലഭിച്ചിരുന്നില്ല. ഇവൻ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവിടെ നിന്നുള്ള ഫോൺ വാങ്ങിച്ചാണ് ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതും ഒരു പ്രതിസന്ധിയായിട്ട് അന്വേഷണ വേളയിൽ നമുക്കുണ്ടായി. എന്നിരുന്നാലും പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു, പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ മോഷണം ഇവർ തമ്മിലെ ഒന്നിച്ച് മോഷണം നടത്തിയിട്ടുണ്ട്. ആ മോഷണവുമായി ബന്ധപ്പെട്ട മുതലുകൾ ഡിവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. രണ്ടുപേരും മദ്യപിക്കുന്ന ആളുകളാണ്. മദ്യപിച്ച സമയത്ത് ഇത് സംബന്ധിച്ച് തർക്കം ഉണ്ടായി. ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം മദ്യപിച്ചു കഴിഞ്ഞാൽ വയലന്റ് ആവുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ വയലന്റ് ആയ സമയത്ത് ഈ സ്വർണവും മറ്റ് മോഷണ മുതലുകൾ ഡിവൈഡ് ചെയ്യുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായി. ആ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.